ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോഷ്യ ബാഗിൻ്റെ ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുക്കുന്നത് നിറ്റ് വിറ്റിൻ്റെ ഷൈനി വെൽവെറ്റി ആണ് കേട്ടോ. ഈ ആണിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, നല്ല സോഫ്റ്റാണ്. അതുകൂടാണ്ട് തന്നെ ഈ ബ്ലൂ കളർ അല്ലാണ്ട് ചെറുതായിട്ടൊരു വൈറ്റിഷ് കളറും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാൺ വെച്ചിട്ട് എന്ത് ചെയ്താലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 4 or 3 mm ഹുക്ക് എടുക്കാനാണ്, അതായത് 3 mm അല്ലെങ്കിൽ 4 mm ഹുക്ക് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മുന്നേ ഈ ഒരു യാൺ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറ്. ആ ടൈമിൽ ഞാൻ 4 mm ഹുക്ക് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു 4 mm എടുക്കാമെന്ന്. പിന്നെ ഞാൻ സ്റ്റിച്ച് മാർക്കർ ഒരു നീഡിലും എടുക്കുന്നുണ്ട്. ഈ ഒരു ബാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. സാധാ ബാഗ് ഉണ്ടാക്കണ പോലെയൊന്നും അത്ര ടൈമൊന്നും എടുക്കില്ല. ഇതൊരു കുഞ്ഞ് ബാഗാണ്. അതുകൊണ്ട് തന്നെ 1-2 മണിക്കൂറിൽ തന്നെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണണം എന്നുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ബാഗ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ബാഗൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ. നല്ല രസമാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സ്ലിപ്പ് നോട്ട് ആട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഫിംഗറിൽ എക്സ് ഷേപ്പിൽ ചുറ്റിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹുക്കിനെ ഈ ഒരു നോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത ശേഷം 2 എൻഡും തമ്മിൽ ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കണ സമയത്ത് ഹുക്ക് അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ആയിട്ട് ഇരുന്നോളും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 22 ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് യാൺ ഓവർ ചെയ്തിട്ട് ആ താഴത്തുള്ള ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുൾ ചെയ്യുമ്പോഴാണ് കേട്ടോ ഒരു സിംഗിൾ ക്രോഷ്യ കിട്ടണത്. സിംഗിൾ ക്രോഷ്യ അല്ല, സോറി, ഒരു ചെയിൻ സ്റ്റിച്ച് കിട്ടണത്. അത്യാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയിൻ സ്റ്റിച്ചൊക്കെ അറിയണവർക്ക് ഇത് നല്ലോണം ബോറടിക്കുന്നുണ്ടാവും. കാരണം ഞാനിപ്പോൾ ചെയ്യണത് ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയലാണ്. അത്യാവശ്യം സ്റ്റിച്ചസൊക്കെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തു പോവുക. അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഈ സ്റ്റിച്ചസൊക്കെ ഞാൻ ചെയ്യണത്. പിന്നെ ഇത് അത്യാവശ്യം ഡാർക്ക് ബ്ലൂ ആയതുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഇത് നല്ലോണം കാണാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ 28 ചെയിൻ സ്റ്റിച്ചസും ചെയ്ത് തീർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ കിട്ടും, വലിപ്പത്തിൽ അത്യാവശ്യം വലിപ്പത്തിന് കിട്ടും. എന്നിട്ട് ഒരു ചെയിന് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ചെയിനിൻ്റെ ഉള്ളിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അതായത് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയണത് ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യയാണ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് പറയണത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ മാത്രമാണ് 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കിയുള്ളതിലൊക്കെ ഒരെണ്ണം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടില്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് 2 ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള സ്റ്റിച്ചസിലൊക്കെ, അതായത് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തേലല്ല ഇത്, ഇനി ബാക്കിയുള്ള 20 സ്റ്റിച്ചസിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അവസാനത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ സ്റ്റിച്ചസിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ആദ്യത്തേൽ മാത്രമാണ് നമ്മൾ 2 ചെയ്യേണ്ടൂ. ആർക്കും തെറ്റാൻ വേണ്ടി പാടില്ല കേട്ടോ. നമ്മളെല്ലാത്തിലും 2 ചെയ്ത് കഴിഞ്ഞാൽ ആകെ തെറ്റിപ്പോവും. അപ്പോൾ അതിൽ 2 ചെയ്തു, ബാക്കിയുള്ളതിലൊക്കെ ഒരെണ്ണം വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ഒക്കെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? ശ്രദ്ധിച്ചവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ എല്ലാ സ്റ്റിച്ചസിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അവസാനത്തെ സ്റ്റിച്ച് ആവണ സമയത്ത് ഇതാണ് എൻ്റെ അവസാനത്തെ സ്റ്റിച്ച്. അതിലേക്ക് ഞാൻ 3 സിംഗിൾ ക്രോഷ്യയാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. 3 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ 3 സിംഗിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചീശെ ഇങ്ങോട്ട് ഒരു റായിൻ്റെ പകുതി പോലെ ഒരു ഷേപ്പ് കിട്ടും. എനിക്കതെങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ റായിൻ്റെ ഷേപ്പ് എന്നൊക്കെ പറയണത് കേട്ടോ. അങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്ത് എന്നിട്ട് നേരെ ഈ ഒരു സൈഡിലേക്കാണ് ഇനി ചെയ്യാൻ പോണത്. അതായത് ഈ ഒരു ഭാഗത്തേക്കാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത് കണ്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഫുള്ള് സ്റ്റിച്ചസിലും നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. അവസാനം എത്തുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാ സ്റ്റിച്ചസിലും ഞാൻ ഒരു സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതൊരു ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണു, അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരെണ്ണം ചെയ്യണു, അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോവുക. എൻ്റെ എത്തുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് അറിയാത്തവർ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എൻ്റെ എത്തുമ്പോൾ ഒരു കുഞ്ഞ് ഷൂ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡാണ് കേട്ടോ ചെയ്യുക. പക്ഷേ
ഒരു ചെറിയൊരു ഭാഗം മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ഷൂ ചെയ്യുമ്പോൾ. പക്ഷേ ഇതൊരു ബാഗല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചീശെ വലിപ്പത്തിൽ ഉണ്ടാവും കേട്ടോ അത്. അങ്ങനെ നമ്മൾ അവസാനം എത്തിയ സമയത്ത് ദേ കണ്ടോ, ഈ ഒരു സ്റ്റിച്ച് കണ്ടോ, ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത ശേഷം യാൺ ഓവർ ചെയ്തിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ കയ്യിൽ 2 ലൂപ്സ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ബാക്കിലത്തെ ലൂപ്പ് കണ്ടോ, അതിലൂടെ നമ്മൾ ഫ്രണ്ടിലത്തെ ലൂപ്പിനെ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ എടുക്കുമ്പോഴാണ് സ്ലിപ്പ് സ്റ്റിച്ച് കിട്ടുന്നത്. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ ഒരു അത്യാവശ്യം ആദ്യം ചെയ്ത വീതിയിലല്ല, കുറച്ചുകൂടി വീതി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോണ സ്റ്റിച്ചിന് മുന്നേ ആയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് അറിയാത്തവർക്ക് യാൺ ഓവർ ചെയ്ത് നമ്മൾ താഴെയുള്ള ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുള്ള് ചെയ്യുമ്പോഴാണ് ഒരു ചെയിൻ സ്റ്റിച്ച് കിട്ടണത്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന അടുത്ത വേറെ സ്റ്റിച്ചസാണ്. അതിനായിട്ട് നമ്മൾ ആദ്യത്തെ 3 സ്റ്റിച്ചസിൽ 1 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കണം. അതായത് ആദ്യത്തെ 3 സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ വീതം കൊടുക്കുക. എന്നിട്ട് 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കണം. എന്നിട്ട് നമുക്ക് 2ാമത്തെ സ്റ്റിച്ചിലേക്ക് കിടക്കാം കേട്ടോ. 2ാമത്തെ സ്റ്റിച്ചിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്ത് കൊടുക്കുക. 3ാമത്തെ സ്റ്റിച്ചിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 4ാമത്തെ സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. അതായത് 3 സ്റ്റിച്ചസിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്താൽ 4ാമത്തെ സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. 2 സിംഗിൾ ക്രോഷ്യ തന്നെ ഒരു സ്റ്റിച്ചിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻക്രീസ് സ്റ്റിച്ച് എന്നാണ് പറയൽ. അതായത് ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യയ്ക്ക് പറയുന്നതാണ് ഇൻക്രീസ് സ്റ്റിച്ച്. അപ്പോൾ 3 എണ്ണത്തിൽ ഒരു സിംഗിൾ ക്രോഷ്യ, 4ാമത്തേൽ ഇൻക്രീസ്, അങ്ങനത്തെ ഒരു മെത്തേഡിലാണ് ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച എൻഡ് വരെ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച എൻഡ് വരെ നമുക്ക് വർക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ ദേ ഇതുപോലെ ആ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് തൊട്ട് മുന്നത്തെ സ്റ്റിച്ച് വരെ നമ്മൾ സിംഗിൾ ക്രോഷ്യയും ഇൻക്രീസൊക്കെ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് മാർക്കർ വെച്ച സ്ഥലത്തേക്ക് ഈ ഹുക്കിന് ഇൻസെർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദേ ഇതുപോലെ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി ഭയങ്കര സിമ്പിളാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഇപ്പം നമ്മളുടെ റോ 3 ആണ് കേട്ടോ. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണ റോ 3 ആണ് കേട്ടോ. ഇനി റോ 3 തൊട്ട് റോ 18 വരെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. അതായത് എല്ലാ സ്റ്റിച്ചിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ഈ റോ എന്ന് പറയണത് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെക്കില്ലേ, നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെക്കണ ഇടം വരെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ അഴിച്ചിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ 18 റോ ചെയ്യണം. അതായത് ഇനി ബാഗിൻ്റെ മുകളിലത്തെ പോർഷനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ദേ ആദ്യത്തെ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ട് ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയുടെ മുകളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് മാർക്കറെ ഇൻസേർട്ട് ചെയ്ത ശേഷം നമ്മൾ ഇനിയുള്ള എല്ലാ സ്റ്റിച്ചസിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഒരു ഡിക്രീസില്ല, ഒരു ഇൻക്രീസില്ല, ഒരു സ്റ്റിച്ചസും ഇല്ല. നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് എല്ലാ സ്റ്റിച്ചസിലേക്കും ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ പോവും. അപ്പോൾ ഇനി എല്ലാവർക്കും ഭയങ്കര സിമ്പിളായിരിക്കും, വലിയ ടാസ്ക്കൊന്നുമില്ല, ഭയങ്കര എളുപ്പമാണ് ഇനി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ അങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇനി ഭയങ്കര സിമ്പിളല്ലേ. ഇനി നമ്മൾ എൻഡ് വരെ സ്റ്റിച്ച് മാർക്കർ വെച്ച് എൻഡ് വരെ ഇങ്ങനെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഇങ്ങനെ പോവാം. അങ്ങനെ ദേ ഞാൻ കുറച്ച് റൗണ്ട്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇതുപോലെ ഇങ്ങനെ കിട്ടി, ഇങ്ങനെ ആയി ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ മോൾ ഭാഗം ഇങ്ങനെ ആദ്യം ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ. അത് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. പിന്നെ കുറേ റോ ചെയ്ത് വരുമ്പോഴാണ് ഒരു ബാഗിൻ്റെ മോൾ ഭാഗം പോലെയൊക്കെ ആയി വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോവുക. ഭയങ്കര ഈസിയാണ് ഈ ഒരു ബാഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ 3 റോ മാത്രമാണ് ഇത്തിരി കഷ്ടപ്പാടായിട്ടുള്ളത്. അതും ഭയങ്കര സിമ്പിളാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളതൊക്കെ ഇങ്ങനെ ഒരു വെറുതെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഇങ്ങനെ പോയാൽ പോരെ. അപ്പോൾ എല്ലാവരും യാൺസൊക്കെ മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ദേ എൻ്റെ 6ാമത്തെ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയിൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് മാർക്കർ ഇൻസേർട്ട് ചെയ്ത് സാധാ പോലെ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഇങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ ദേ സ്റ്റിച്ച് മാർക്കർ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ച് മാർക്കർ ഇൻസേർട്ട് ചെയ്യണ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഈ സ്റ്റിച്ച് മാർക്കർ എന്തിനാണ് വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചസൊക്കെ അത്ര വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യണത്. സ്റ്റിച്ച് മാർക്കർ തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ വല്ല സേഫ്റ്റി പിന്നോ ഒരു യാണ്ട ചെറിയൊരു പീസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഏത് സ്റ്റിച്ചാണെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ ദേ കുറച്ച് റോ ഒക്കെ ചെയ്ത് വന്നപ്പോൾ ദേ ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 8-9 റോ ആയപ്പോഴേക്കും ഇങ്ങനെ സെറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
നിങ്ങൾക്ക് എത്ര ഹൈറ്റിൽ വേണോ അത്ര ഹൈറ്റിൽ ചെയ്യാം. അതായത് 18 റോ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് എത്ര റോ ആവശ്യമുണ്ട്, അതായത് എത്ര ഹൈറ്റിൽ ആവശ്യമുണ്ട് അത്ര ഹൈറ്റിൽ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകാം കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഫോൺ വെക്കണം അത്ര ഹൈറ്റ് വേണം, അപ്പോൾ അത്ര ഹൈറ്റിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞ് ഐറ്റം വെക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഐറ്റം നോക്കുക, എന്നിട്ട് അതിന് എത്ര വലിപ്പം വേണ്ട അത്ര വലിപ്പത്തിൽ ചെയ്ത് തീർക്കുക. എന്നിട്ട് ഒരു റോയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ബാഗിൻ്റെ സ്ട്രാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ എത്ര ഹൈറ്റിലാണോ വേണ്ട അത്ര ഹൈറ്റിൽ ചെയ്ത് തീർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത എൻഡിൽ നിന്ന് നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ള സ്ട്രാപ്പ് വേണോ അത്ര വലിപ്പത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ചെയ്ത് പോകാം. ഞാൻ നോക്കണ പാറ്റേണിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് 80 സ്റ്റിച്ചസാണ്. പക്ഷേ എനിക്ക് 80 സ്റ്റിച്ചസ് ചെയ്ത സമയത്ത് എനിക്ക് അത്ര വലിപ്പമായിട്ട് തോന്നാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്റ്റിച്ചസും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഹുക്കിനെ കടത്തിയിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്ന്. നമ്മൾ ഈ ഒരു പോർഷനിലാണ് ചെയ്ത് തുടങ്ങിയത്, എന്നിട്ട് ഈ ഒരു പോർഷനിലാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തത്. നമ്മളുടെ ബാഗിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഇനി ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യാണിനെ ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ബാക്കി വന്ന യാണിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്ത യാണ് നമ്മളുടെ കയ്യിലുള്ള ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാണോറ് ഇത് വലിച്ചെടുക്കുമ്പോൾ ഒരു കെട്ടായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ആ ഒരു യാണിനെ നീഡിൽ കോർത്തതിന് ശേഷം ബാഗിൻ്റെ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് തുന്നി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ആ ഒരു ഭാഗം യാൺ പിന്നെ വിട്ടു പോരില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ വിട്ടു പോരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു യാണൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മളെ ബാഗ് ഏകദേശം സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം. ഇനി എങ്ങനത്തെ ട്യൂട്ടോറിയൽ വീഡിയോസ് വേണം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഈ ബാഗ് ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.